അങ്ങനെ ഈ കൊല്ലത്തെ ഒടുവിലത്തെ നോമ്പായില്ലേ മക്കളെ. ഇനിയിപ്പോൾ നാളെ ഉണ്ടാവുമോ ആവോ. മാസം കണ്ടാൽ നാളെ പെരുന്നാളല്ലേ. ഏതായിട്ടും ഈ കൊല്ലം ഏറ്റവും കൂടുതൽ ട്രോള് വാങ്ങിയത് എൻ്റെ അടുത്ത പത്തിരിക്കല്ലേക്കാരട്ടോ. അപ്പം ഞാൻ പത്തിരിക്കല്ലിൻ്റെ രോദന ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. ഗൾഫുകാർക്കൊക്കെ നാളെ പെരുന്നാളല്ലേ. എന്തായാലും എല്ലാവരും ഉഷാറാക്കി. അങ്ങനെ ഈ കൊല്ലത്തെ അവസാനത്തെ നോമ്പിൻ്റെ പത്തിരി ചൂടാൻ വേണ്ടിയിട്ട് ഞാനിതാ പത്തിരിക്കല്ല് എടുത്താണ് കേട്ടോ. ആദ്യം തന്നെ അടുപ്പിൻ്റെ ചോട്ടിന്ന് ഈ പത്തിരിക്കല്ലിനാണ് മക്കളെ ഞങ്ങൾ ഇത്രയും കാലം കുറ്റം പറഞ്ഞത്. പാവാണ് ഈ പത്തിരിക്കല്ല്. അതിനൊരു തിരക്കടുമില്ല. അതിന് ചെറിയൊരു വളവുണ്ട് എന്നല്ലാതെ അതിന് വേറത്തെ തിരക്കടുങ്ങളൊന്നും നോക്കിയാണ് അതിമേ ചുടുന്ന പത്തിരിയൊക്കെ നല്ല മുടായി പൊന്തി വരലുമുണ്ട്. അടുപ്പിൽ തിജ്ജെത്തിച്ചാട്ട് പിന്നെ പത്തിരിക്കല്ല് എടുത്തായിട്ട് നല്ലോണം തേച്ച് ചോറിട്ടോ. അടുപ്പിൽ തിജ്ജ് കുറച്ചൊന്ന് കത്തിപ്പിടിച്ചാലേ നമ്മളെ പത്തിരിക്കല്ല് തേച്ച് ചോറിയ നേരെ അയിമക്ക് കയറ്റി വെച്ചിട്ടോ. ഇതിന് ഈ ഒരു ആട്ടും വളവും ഉണ്ട് എന്നല്ലാതെ ഒരു തിരക്കടുമില്ല കേട്ടോ. ഈ ആട്ടം നിർത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു ഓട്ടും കണ്ടങ്ങൾ എടുത്തേക്കലാട്ടോ പൂളായിട്ട്. അപ്പോൾ അവിടെ അടങ്ങിയവിടെ നിന്നോളൂ കേട്ടോ. അതിനൊരു തിരക്കടും ഇല്ലാതെ. ഇത് കണ്ടങ്ങൾ ഇപ്പം ഞാൻ കൈക്കലകണ്ടം കൂട്ടി പിടിച്ചായിട്ട് ഇളക്കി നോക്കിയിട്ട് ഇതിനൊരു തിരക്കടും ഇല്ല. ഓട്ടും കണ്ടം മാറ്റി വെച്ച് ഇളക്കിയാൽ അങ്ങനെ ആടും ഡാൻസ് കളിച്ച ഏരിയ ആവും. പക്ഷെ അല്ലാത്തപ്പോൾ അതിൻ്റെ ആ മാഞ്ഞാളങ്ങളൊക്കെ ഇവിടെ നിൽക്കും കേട്ടോ. ഓട്ടും കണ്ടം വെച്ച് കൊടുത്താൽ തന്നെ അതിൻ്റെ ആ പൊന്തലവിടെ നിന്നോളൂ കേട്ടോ. ഇനിയിപ്പോൾ ഈ പത്തിരിക്കല്ല് നല്ലോണം ചൂടായി വരണം കേട്ടോ. അപ്പം നമ്മൾ അതിമക്ക് പത്തിരി ഇട്ട് കൊടുക്കുക. അങ്ങോട്ട് കുറേ ആൾക്കാർ കമൻറ്റ് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുകൊണ്ട് ഇത് ഉച്ചയ്ക്ക് ചൂട് കൊടുക്കുക അങ്ങനെ കുത്തിച്ചാരി വെച്ചിട്ടാണെന്ന്. അത് നിങ്ങൾ പറഞ്ഞത് ശരി തന്നെ കേട്ടോ. പക്ഷേ ഇതിൽ നോക്കി ഞാൻ ഇത്രയും അട്ടിക്ക് പത്തിരി ഞാനൊരു മാസം ഇവിടെ ചുടലെടുത്തിട്ടായി. നോമ്പ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു മാസം ആയില്ലേ. ഒടുവിലത്തെ നോമ്പായില്ല ഇപ്പം എന്ന്. പക്ഷേ പത്തിരിക്കൊന്നും ഒരു തിരക്കടും ഇല്ലേന് കേട്ടോ. നല്ല മുട പൊന്തിയായിട്ട് വീർത്ത് വരുന്ന പത്തിരി തന്നെ ആയിന് കേട്ടോ. പൊള്ളിയായിട്ട് ഒരേ നേരത്തെ തന്നെ നമുക്ക് 5-6 പത്തിരി ഇതിമേ ചുടട്ടോ. ഞാനാണെങ്കിൽ ഞങ്ങളടുത്ത് ചെറിയ പത്തിരി ആയതുകൊണ്ട് വലിയ കല്ലുവാണല്ലോ. അപ്പം അതിമേലെ ഒരു 7 എണ്ണമൊക്കെ ചുടിട്ടു ഞാൻ. ആ പത്തിരിയൊക്കെ ഒന്നും ഇതുവരെ ഒരു തിരക്കടും ഉണ്ടായില്ലേന് കേട്ടോ. പത്തിരി കല്ല് വളഞ്ഞില്ലെങ്കിലും പത്തിരി അങ്ങനെ വളഞ്ഞിട്ടൊന്നും ഇല്ലേന് കേട്ടോ. കല്ല് ചൂടായപ്പോൾ ഞാനിത് അതിൻ്റെ അടുത്തവിടെ കുത്തിർന്നിട്ട് ഒരു സ്റ്റൂൾ ഇട്ടാട്ട് ഇപ്പുറത്തുനിന്നാണ് പെരും കാറ്റിട്ടോ. അടുപ്പത്തെ തിരിച്ചിങ്ങനെ കേട്ട് തന്നെ കേട്ടോ. ഞാൻ കുറേ ഓടകോയിലെടുത്ത് ഊതി നന്നാക്കാനൊക്കെ നോക്കി. നല്ലോണം കത്തിച്ചാൽ വേണ്ടി കുറച്ച് ഓലോടി ഇതൊക്കെ വെച്ചിട്ട് എത്ര ആയിട്ടും കാറ്റും ഇങ്ങോട്ട് കുറയില്ല കേട്ടോ. ഒരു ജാതി ഇടങ്ങാറ് പിടിച്ച ജാതി കാറ്റ്. ലാസ്റ്റ് ഓടകോയിലിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങോട്ട് പുക കയറി വരട്ടെ എൻ്റെ കണ്ണുക്കും മുഖത്തേക്കും. പത്തിരി കല്ലിൻ്റെ പൊന്തലും താലും ഒക്കെ നിന്നപ്പോൾ അടുപ്പിനപ്പന്ന് പൊന്തലും താലും ആയിട്ട് ഞാനവിടെ കുറേ നേരം നിന്നാട്ട് ഊതി അടുപ്പ് കത്തിച്ച് ഉണ്ടാക്കിയെന്ന് കേട്ടോ. അപ്പോൾ തന്നെ എൻ്റെ കണ്ണിന്നും മൂക്കും നോക്കും കൊണ്ട് നല്ലോണം വെള്ളം കൊഴിഞ്ഞാടല്ലോ എടുത്തിട്ട്. ഇത് ഇവിടെ നോക്കിയാണ് എൻ്റെ മോന്തൻ്റെ ചേലും കോലും ആ പത്തിരിക്കും വേണ്ടി ഊതി ഉണ്ടാക്കിയത്. അപ്പം ആ പുകട്ടൂടൽ മുഴുവൻ മോത്തായിട്ടേ കുറേ ഊതിയതിൻ്റെ ഫലമായിട്ട് തന്നെ കാരണം നമ്മളെ പത്തിരി കല്ലുമെന്ന് നല്ല പത്തിരി നല്ലോണം പൊള്ളി മുടായി വീർത്ത് വരുന്നുണ്ട് കേട്ടോ. ബദരീങ്ങളാണെന്ന് ഞാൻ ഈ പത്തിരി കല്ലിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ നിങ്ങളൊക്കെ ചോദിച്ചതിന് ഈ പത്തിരി കല്ല് ബദർ യുദ്ധത്തിൽ പങ്കെടുത്തതാണ് ഉച്ചയ്ക്ക് വളഞ്ഞാണ്. പിന്നെ അതിൻ്റെ താഴത്തുള്ള വേറൊരു കമൻറ്റാണ് ഈ പത്തിരിക്കല്ല് അടുത്തൊല്ലാവുമ്പോഴത്തേന് ചീഞ്ചട്ടി ആവില്ല അതിലുള്ളിയും തക്കാളി ഇട്ടാട്ട് എനിക്ക് തൂമ്പിച്ചാനെടുക്കുക. അങ്ങനത്തെ ഓരോരോ കമൻറ്റൊക്കെ കഴിഞ്ഞിട്ടോ. അത് കണ്ടായിട്ട് ഞാൻ തന്നെ കുറേ സെർച്ച് ചെയ്യുന്നത്. പക്ഷേ ഈ പത്തിരിക്കല്ലിന് ഒരു തിരക്കടും ഇല്ല കേട്ടോ. നിങ്ങൾ കണ്ടില്ല ഞാൻ ചുട്ടെടുക്കണേ ഇത്ര പത്തിരി മുഴുവപ്പം ഞാൻ ചുട്ടെടുത്തതിൽ. ഇതിപ്പോൾ കുറേ സ്ഥലത്തുണ്ടാവും ഉച്ചയ്ക്ക് വളഞ്ഞ പത്തിരിക്കല്ല് ചൊറപ്പാ. കാരണം ഞാൻ എൻ്റെ ചങ്ങായിൻ്റെ അവിടെ പോയപ്പോൾ ഇതിലേറെ വളവുള്ളത് കണ്ടീനി. അങ്ങനെ ഈ കൊല്ലത്തെ അവസാനത്തെ നോമ്പിൻ്റെ പത്തിരിയുടലും കഴിഞ്ഞിട്ടോ.